സോ ഇന്നലെ GBP USD ഒരു എൻട്രി നടന്നിരുന്നു. രണ്ട് ടൈപ്പ് നമ്മൾ പഠിച്ച കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു എൻട്രീസ് നടന്നിരുന്നു. അപ്പൊ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ജസ്റ്റ് ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം മാർക്കറ്റിൽ വന്നപ്പോൾ തന്നെ നമ്മൾ 15 മിനിറ്റ് 30 മിനിറ്റ് 1 അവർ സംസ് എല്ലാ ടൈം ഫ്രെയിം നോക്കാം. അതിൽ നമ്മളിപ്പം 50 എടുക്കാം, 30 എടുക്കാം, ഏത് ടൈം ഫ്രെയിം വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഹയർ ടൈം ഫ്രെയിം ആണ് ഏറ്റവും നല്ലത്. എന്നാലും 50 എടുത്തിട്ട് ഇന്ത്യയുടെ സ്ട്രക്ചർ വെച്ചിട്ട് ഒരു ട്രേഡ് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ മാർക്കറ്റിൽ വന്നപ്പം ഡൗൺ ട്രെൻഡുള്ള മാർക്കറ്റ് ജസ്റ്റ് ഒരു അപ് ട്രെൻഡ് എന്ന് വെച്ചാൽ നമുക്കൊരു മൈനസ് സ്ട്രക്ചർ കേട്ടോ, മേജർ അല്ല, മൈനസ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ബുള്ളിഷ് കയറിപ്പോയി. ഓക്കെ, ആ ബുള്ളിഷ് കയറിപ്പോയി മാർക്കറ്റ് അഗെയിൻ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു മേലോട്ട് പോവാണ്. അതിന്റെ ഇടയ്ക്ക് മാർക്കറ്റ് എന്താക്കി ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഇന്റേണൽ സ്ട്രക്ചർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഡൗൺ സൈഡ്. സോ വി ഹാവ് എ ട്രേഡിംഗ് റേഞ്ച് ലോ, ദെൻ വി ഹാവ് എ ട്രേഡിംഗ് റേഞ്ച് ഹൈ. ഇത്രയും നമുക്ക് കിട്ടി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇനി എന്താ ചെയ്യേണ്ടത്. എന്തൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാം. നമുക്കിവിടെ ട്രേഡിംഗ് റേഞ്ചിന്റെ ഹൈയിൽ നിന്നും എക്സ്റ്റേണൽ വരെ 50% വരെ എന്തോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്താ അത്? വി ക്യാൻ സെൽ ഫ്രം ദ 50% തൊടുന്നതിന് മുമ്പാണ് നമുക്ക് സെൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ 15 മിനിറ്റ് നോക്കുമ്പോൾ ഈ ട്രേഡിംഗ് റേഞ്ചിന്റെ ഉള്ളിൽ നമുക്ക് എടുക്കാൻ പറ്റിയ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫസ്റ്റ് വി ഹാവ് എ ഓർഡർ ബ്ലോക്ക് വരച്ചു വെക്കാം അല്ലെ. 15 മിനിറ്റ് ഉണ്ട്, ഇനി 30 മിനിറ്റ് ഹൈ ടൈം ഫ്രെയിമിൽ എന്തെങ്കിലും ക്ലീൻ ആയിട്ടുണ്ടോ നോക്കാം. യെസ്, 30 മിനിറ്റ്സ് ഓഹോ വി ഹാവ് എ ഓർഡർ ബ്ലോക്ക് ക്ലീൻ എടുക്കാം. ദെൻ 1 അവർ 1 അവറിൽ ഒരു ഓർഡർ ബ്ലോക്കിന്റെ ബോഡി ഉണ്ട്, അതും കൂടെ വേണം കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ വിക്സോൺ വേണം, മാത്രമാണ് വിക്സോൺ എടുക്കാം. ഓക്കെ, ബോഡി കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില സിനാരിയോയിൽ എൻട്രീസ് മിസ് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏരിയ ഉണ്ട്, നമ്മളത് വരച്ചു വെച്ചു. ഓക്കെ, അതിനുശേഷം നമുക്ക് അവിടെ ഓപ്പണിൽ തന്നെ റിസ്ക് എൻട്രി, നമുക്ക് ഇവിടെ എന്താക്കാം, റിസ്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് കവർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം റിസ്ക് എൻട്രി എടുക്കുവാണെങ്കിൽ ആ ഡയറക്റ്റ് എൻട്രീനെ ഒഴിവാക്കി നിങ്ങൾക്ക് എന്താക്കാം, 50% ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് എൻട്രി എടുക്കാം അല്ലെ. 50% ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു സെൽ, എസ് എൽ എത്ര കവർ ചെയ്യണം എല്ലാം പറഞ്ഞതാണ്. ആ ക്ലാസ് ഒന്നും കാണാത്തവർ പോയിട്ടൊന്നും കാണാം. സ്റ്റോപ്പ് ലോസ് കവർ, എന്നിട്ട് ടാർഗറ്റ് എങ്ങോട്ടാണ്, മാക്സിമം ഇങ്ങോട്ട് വെക്കാൻ പറ്റുമോ? നോ. എവിടെ വരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റൂ? 50%. റീസൺ നിങ്ങൾക്ക് അറിയാം, കാരണം എന്താ, 50% എത്തിയാൽ പ്രൈസിന് എപ്പോൾ വേണേൽ തിരിച്ചു പോകാം. കാരണം ഇത് ട്രേഡിംഗ് റേഞ്ച് വെച്ച് നമ്മൾ എടുക്കുന്ന എൻട്രീസ് ആണ് അല്ലെ. അപ്പൊ 50% വരെ നമ്മൾ സെൽ എടുത്തു. ദെൻ 50% പ്രൈസ് ഒന്ന് കയറി ബ്രേക്ക് ചെയ്യാൻ എത്തിയില്ല, അഗെയിൻ വന്നു ടി പി. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ എൻട്രി നമുക്ക് ടി പി കിട്ടി. അടുത്ത എൻട്രി എന്താ, 50% ഉള്ളിൽ പ്രൈസ് വന്നാൽ നമുക്ക് എന്താക്കാം, പ്രോബബിൾ സെറ്റപ്പ് ആയിട്ട് ബൈ നോക്കാം. ഇവിടെ ഇനി ഒരു റിസ്ക് എൻട്രി മാത്രമല്ല, ഒരു കണ്ടിന്യൂഷൻ എൻട്രിയും കൂടി ഉണ്ടോ നോക്കാം. ഫസ്റ്റ് പ്രൈസ് ടാപ്പ് ചെയ്തു, ദെൻ നമ്മൾ ലോവർ ടൈം ഫ്രെയിം പോയി. 1 മിനിറ്റ് ഒക്കെ പോവാം, ജസ്റ്റ് ഞാൻ 3 മിനിറ്റ് ഒന്ന് പോയി നോക്കിയതാ കേട്ടോ. 3 മിനിറ്റിൽ വലിയൊരു വിക് സോൺ ആണ്, നോക്കട്ടെ അതിൽ ലോവർ ടൈം ഫ്രെയിമിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ന്യൂസ് ആണെങ്കിൽ വിക്ക് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ, അത് 1 മിനിറ്റിലും വലിയൊരു വിക്ക് ആണുള്ളത്. 5 മിനിറ്റിൽ എന്താ നോക്കട്ടെ. ഓക്കെ, 5 മിനിറ്റിലും വലിയൊരു വിക്ക്. 3 മിനിറ്റിൽ മാത്രമേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ 3 മിനിറ്റിൽ വേണം നിങ്ങൾക്ക് ഇത്രയും വലിയൊരു വിക്ക് എടുത്തിട്ട് അതിന് എന്ത് ചെയ്യാം, ഡയറക്റ്റ് എൻട്രി കിട്ടാത്തവർക്ക് അഗെയിൻ 50% ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പൊ 50% ഡിവൈഡ്, കറക്റ്റ് നോക്കുക. നമ്മൾ സ്പ്രെഡ് ആഡ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുന്നവർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും എൻട്രി പ്ലേസ് ആവില്ല കേട്ടോ. അപ്പൊ ഈ എൻട്രി എന്തായാലും പ്ലേസ് ആവും വിത്ത് സ്പ്രെഡ്. ഓക്കെ, ഞാൻ വെറുതെ വരച്ചെടുത്തല്ല, ലാസ്റ്റത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ദെൻ ടാർഗറ്റ് എങ്ങോട്ടായിരിക്കും, എങ്ങോട്ടാണോ ഡയറക്റ്റ് റിസ്ക് എൻട്രീന്റെ നിങ്ങൾ ടാർഗറ്റ് ചെയ്തത് അതേ സ്ഥലത്തോട്ട് കണ്ടിന്യൂഷൻ എൻട്രീന്റെ ടാർഗറ്റ് എന്താക്കാം നിങ്ങൾക്ക് വെക്കാം. ഇവിടെ നമ്മുടെ എൻട്രി. ഓക്കെ, 50% സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അപ്പൊ രണ്ട് എൻട്രി നമുക്ക് കിട്ടി. രണ്ടിന്റെയും ടാർഗറ്റ് എങ്ങോട്ട് നമുക്ക് വെക്കാൻ പറ്റുക, 50% വരെ. ആദ്യത്തെ ഡയറക്റ്റ് എൻട്രി നിങ്ങൾക്ക് ഹൈ റിസ്കിൽ എടുക്കാൻ ധൈര്യമില്ല എങ്കിൽ ലോ റിസ്കിൽ എടുത്തിട്ട് കണ്ടിന്യൂഷൻ എൻട്രി നിങ്ങൾക്ക് റിസ്ക് കൂട്ടാം. ഓക്കെ, ആ എൻട്രി എടുത്തു. അതിനുശേഷം 50% ഉള്ളിൽ വന്നാൽ നമുക്കിവിടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫസ്റ്റത്തെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ ടൈം ഫ്രെയിമും നോക്കണം. 50 മിനിറ്റിൽ വി ഹാവ് എ ഓർഡർ ബ്ലോക്ക്. അതിന് വേണ്ട ലിക്വിഡിറ്റിയും ഒരു ഏരിയ അല്ലെ, ആ ഒരു ഏരിയ ലിക്വിഡിറ്റി, അല്ലെങ്കിൽ ഈ ഒരു വിക്സോൺ കംപ്ലീറ്റ് നമുക്കൊരു ലിക്വിഡിറ്റി ആക്കി എടുക്കാൻ. നോക്കിയേ, വിക്സോൺ ലിക്വിഡിറ്റി 50% താഴെ ഇങ്ങനെ എടുക്കാം. അപ്പൊ 50 മിനിറ്റ് ഉണ്ട്, ഇനി 30 മിനിറ്റ്സ് പോവാണ്. 30 മിനിറ്റ്സിൽ സെയിം, 30 മിനിറ്റ്സിൽ അങ്ങ് എക്സ്ട്രീമിലുള്ളത് അല്ലെ. നോക്കിയേ, 30 മിനിറ്റ്സ് ഓർഡർ ബ്ലോക്ക്. 1 അവർ ഓർഡർ ബ്ലോക്ക് ഉണ്ട്, കുറച്ച് വലുതാണ്. നമുക്ക് അത് വേണേൽ കണക്ട് ചെയ്യാം, അത് വരച്ചു നോക്കാം. നമുക്ക് വേണേൽ കണ്ടിന്യൂഷൻ എൻട്രി, കണ്ടിന്യൂഷൻ, റിസ്ക് ആണ് റിസ്ക്. ഓക്കെ, 2 അവർ എല്ലാ ടൈം ഫ്രെയിം വേണം നോക്കാം. ഏറ്റവും നീറ്റ് ആയിട്ട് എന്താ ഉള്ളത്, 2 അവർ 3 അവർ 3 അവറിലുണ്ട്, 4 അവർ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ദെൻ നമുക്ക് എന്താക്കാം, ഡയറക്റ്റ് എൻട്രി വേണ്ട. ഫസ്റ്റത്തെ എൻട്രി എടുത്താൽ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് കിട്ടും. നമ്മുടെ
ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ കൂടി ഫസ്റ്റത്തെ എൻട്രിക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസ്, നമുക്ക് ലോസ് കിട്ടില്ല ഒന്നും പറയാൻ പറ്റില്ല. ലോസ് കിട്ടി നമ്മുടെ റിസ്ക് മാനേജ്മെന്റ് കറക്റ്റ് ആണ്, നമുക്ക് ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമുക്ക് ലോസ് കിട്ടി. പക്ഷേ അതിനുശേഷം പ്രൈസ് വന്ന് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ടാപ്പ് ചെയ്തു. ഓപ്പൺ എൻട്രി എടുക്കേണ്ടവർക്ക് ഓപ്പൺ എൻട്രി എടുക്കാം, ഇനി 50% എടുക്കേണ്ടവർക്ക് അതെടുക്കാം. 50% വെച്ച് എൻട്രി കിട്ടില്ല, ഓപ്പൺ ആണെങ്കിൽ ഓൺ എൻട്രി കിട്ടും. ഇനി അതല്ല ഡയറക്റ്റ് എൻട്രി ഒഴിവാക്കേണ്ടവർക്ക് കണ്ടിന്യൂസ് എൻട്രി വേണം, അതെടുക്കാം. ഇത് ഡയറക്റ്റ് എൻട്രി. ഡയറക്റ്റ് എൻട്രി എടുത്തു, ഫിക്സ്ഡ് സ്റ്റോപ്പ് ലോസ് വെച്ചു. ദെൻ ഇവിടെ ഒരു എൻട്രി എടുത്താൽ നിങ്ങളുടെ ടാർഗറ്റ് എങ്ങോട്ടായിരിക്കും? ടാർഗറ്റ് ഈസ് ടു എക്സ്റ്റേണൽ അല്ലെ, ഇങ്ങോട്ടായിരിക്കും നിങ്ങളുടെ ടാർഗറ്റ്. അപ്പം നിങ്ങൾക്ക് സപ്പോസ് ഡയറക്റ്റ് എൻട്രി കിട്ടിയില്ല എന്ന് വിചാരിക്കുക. ഡയറക്റ്റ് എൻട്രി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ എന്താ ചെയ്യാൻ പറ്റുക? കണ്ടിന്യൂസ് എൻട്രി നോക്കാം അല്ലെ. നമ്മൾ ആദ്യം 3 മിനിറ്റ് ലോവർ ടൈം ഫ്രെയിം പോകുന്നു. ലോവർ ടൈം ഫ്രെയിമിൽ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എടുക്കാനില്ല. ലോവർ ടൈം ഫ്രെയിമിലില്ല. 1 മിനിറ്റിൽ നോക്കട്ടെ. ഓക്കെ, 1 മിനിറ്റിൽ യെസ് വി ഹാവ് അല്ലെ. ഓക്കെ, പ്രൈസ് വന്ന് ടാപ്പ് ചെയ്തു, ഏരിയ സ്വീപ്പ് ചെയ്തു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബോഡി ക്ലോസ് കിട്ടി. എടുത്തൂടെ? എടുക്കാം അല്ലെ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബോഡി ക്ലോസ്. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ ട്രേഡിംഗ് റേഞ്ചും കൂടെ ഒന്ന് വെറുതെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്താ എടുക്കാം? 50% താഴെ വി ഹാവ് എ ഓർഡർ ബ്ലോക്ക്. ഈ ഓർഡർ ബ്ലോക്ക് എടുക്കാം. വിക്സോൺ ഇങ്ങനെ എടുക്കാം. ഇനി ലിക്വിഡിറ്റി, ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്, കാരണം അതിന് വേണ്ട ലിക്വിഡിറ്റി. ഇവിടെ ഒരു വിക്സോൺ ഉണ്ട്, വേണം അതിന് ലിക്വിഡിറ്റി ആക്കി എടുക്കാം. പ്രോപ്പർ ലിക്വിഡിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം? ഈ ഒരു സോണിന് പ്രയോറിറ്റി കൊടുക്കാം. ഓക്കെ, ഏറ്റവും എക്സ്ട്രീം സോൺ അതിനും പ്രയോറിറ്റി കൊടുക്കുന്നു. ടാപ്പ് ചെയ്തതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം അല്ലെ. അതിനുശേഷം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഡയറക്റ്റ് എൻട്രീസ്. കാരണം ലോവർ ടൈം ഫ്രെയിമിൽ കണ്ടിന്യൂഷൻ എടുക്കുമ്പോൾ ഡയറക്ഷൻ എടുക്കണം, ഡയറക്റ്റ് എടുക്കണം, എന്നാലേ നമുക്ക് ആ എൻട്രി കിട്ടുള്ളൂ. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാം? നമ്മൾ ടാർഗറ്റ്, ഫൈനൽ ടാർഗറ്റ് എങ്ങോട്ടാ വെക്കുക? എവിടെയാണോ റിസ്ക് എൻട്രിയുടെ നിങ്ങൾ ടാർഗറ്റ് വെച്ചിട്ടുള്ളത് അതിന്റെ ടാർഗറ്റ് തന്നെ കണ്ടിന്യൂഷൻ എൻട്രിക്ക് നിങ്ങൾക്ക് വെക്കാം. കറക്റ്റ് അല്ലേ? വെച്ചു. രണ്ടിന്റെ എൻട്രി. ഫസ്റ്റ് ടാർഗറ്റ് എക്സ്റ്റേണൽ ട്രേഡിംഗ് റേഞ്ച് ലിക്വിഡിറ്റി, സെക്കൻഡ് ടാർഗറ്റ് എക്സ്റ്റേണൽ ട്രേഡിംഗ് റേഞ്ച് ലിക്വിഡിറ്റി. രണ്ടും നമ്മൾ വൺ ഡയറക്ഷനിലോട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇന്നലെ ഇതാണ് GBP USD നടന്നിട്ടുള്ള എൻട്രി. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഷോർട്ട് വീഡിയോ ആണ്, അതിന്റെ ജസ്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തെന്ന് മാത്രം. ഓക്കെ, താങ്ക് യു.